ഒരു വർഷം നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് മാപ്പ് നൽകാൻ ഏറ്റവും നല്ല ഒരു സമയം മുഹറം 10. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഈ മുഹറം 10-ൻ്റെ അന്ന് ആശൂറ നോമ്പ് അനുഷ്ഠിച്ചാൽ അവന് കഴിഞ്ഞുപോയ മുഴുവൻ ദോഷങ്ങളും, ഒരു വർഷത്തെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. അൻ യുകഫിറ സനത്തല്ലത്തി ഖബ്ല. വീണ്ടും പറയുകയാണ്, ആരെങ്കിലും ഒരാൾ അവരുടെ കുടുംബത്തിന് ഐശ്വര്യം നൽകി അന്നത്തെ ഒരു ദിവസം അവർക്ക് വേണ്ട ഭക്ഷണത്തിലൊക്കെ വിശാലത നൽകി, നന്നായി ഭക്ഷണത്തിനും കാര്യങ്ങൾക്കുമൊക്കെ ചെലവിനുമൊക്കെ പണം കൊടുത്ത് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്താൽ വസ്സഅല്ലാഹു അലൈഹി സാഇരി സനത്തി, അവൻ്റെ ആ വർഷത്തെ ബാക്കിയുള്ള ദിവസങ്ങൾ അള്ളാഹു കൂടുതൽ നന്നാക്കി, കൂടുതൽ നല്ല രീതിയിൽ വിശാലതയുള്ള ഐശ്വര്യമുള്ള ദിവസങ്ങളാക്കി മാറ്റിക്കൊടുക്കും. മുഹറം 10-ൻ്റെ നോമ്പ് തുറക്കാനും കാര്യങ്ങൾക്കുമൊക്കെ നല്ല സമൃദ്ധമായ ഭക്ഷണങ്ങളുണ്ടാക്കി, സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളുണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊടുത്ത് കുടുംബത്തിന് വിശാലത നൽകിക്കഴിഞ്ഞാൽ ആ ഒരു വർഷം മുഴുവനായും അവർക്ക് വിശാലത നൽകും. ഒരൊറ്റ ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ മുഴുവൻ ദോഷങ്ങളും പൊറുക്കപ്പെടും. എന്തൊരു ഓഫറാണല്ലേ! ഇതിനപ്പുറം ഒരു വിശ്വാസിക്ക് എന്ത് കിട്ടാനാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കണം, റബ്ബിൻ്റെ തൃപ്തി കരസ്ഥമാക്കണം, ദുനിയാവിൽ നല്ല ഇസ്സത്തോടുകൂടെ മറ്റുള്ളവർക്ക് മുമ്പിൽ തലകുനിക്കാതെ അഭിമാനത്തോടുകൂടെ ജീവിക്കണം എന്നുള്ളതൊക്കെയാണ്. ആഖിറവും ദുനിയാവും കിട്ടാൻ ഒരൊറ്റ ദിവസത്തെ ശ്രദ്ധ മാത്രം മതിയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇവിടെയൊക്കെ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അമലുകൾ എപ്പോഴും ഈമാനൻ വഹ്തിസാബൻ, നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടെ പടച്ചോൻ പറഞ്ഞത്, മുത്തുനബി പറഞ്ഞത് അതൊക്കെ കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തിൽ, കൂലി പ്രതിഫലം അതുപോലെ ഈ പറയുന്ന ഓഫറുകളൊക്കെ നമുക്കുള്ളതാണെന്ന ഉറച്ച വിശ്വാസത്തിൽ അള്ളാഹുവിനെ വിശ്വസിച്ച് കൂലി ആഗ്രഹിച്ചു കൊണ്ടുള്ള പ്രവൃത്തികളാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.